ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ട റോസ്റ്റും ആക്കിയാലോ? എങ്കിൽ പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, കുനുകുന അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇഞ്ചി നന്നായിട്ട് മൂത്തതിന് ശേഷം മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക, എരിവിനനുസരിച്ചിട്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ ഇത് കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് അങ്ങ് ചേർക്കുക. ലേശം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചതിന് ശേഷം മൂടി വെക്കുക. തീ സിമ്മിലിടാൻ മറക്കല്ലേ. കുക്കറിനകത്ത് വേവിക്കുന്നത് കൊണ്ട് രണ്ട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് വെന്ത് കിട്ടും. രണ്ടാമത്, എണ്ണ കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ആദ്യം ചേർക്കുന്ന എണ്ണ, പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ശകല എണ്ണ ഒഴിച്ച് നമുക്ക് വാങ്ങാം. അത്രയും എണ്ണയുടെ ആവശ്യമേ ഇതിനകത്ത് വരുന്നുള്ളൂ. വഴറ്റാനാണെങ്കിൽ ധാരാളം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ എണ്ണ കുറയ്ക്കാൻ പറ്റും. മുട്ട ഇവിടെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ലേശം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് ഇട്ടിട്ട് ഇളക്കി വാങ്ങി ചൂടോടുകൂടി ഇടിയപ്പത്തിനോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം.